Hi, welcome to Lash Class. BA English Appreciating പോയട്രിയിലെ ഓഡ് ടെയിൽ സ്കൈലാർക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി എഴുതിയിട്ടുള്ളൊരു ഓഡാണ്. ഓഡ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്ന കവിതയാണ്. നമ്മൾ മലയാളത്തിൽ സ്തുതിഗീതം എന്ന് പറയുന്നത് പോലെ ഇതിൽ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ സ്കൈലാർക്ക് ഒരു പാട്ട് പാടുന്ന പക്ഷിയെ സ്തുതിച്ചുകൊണ്ടാണ് പ്രശംസിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. നമ്മളിവിടെ ഈ പോയറ്റിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറി, അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയറ്റിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ഷെല്ലി ഓപ്പൺസ് ബൈ അഡ്രസ്സിംഗ് ദ സ്കൈലാർക്ക് ആസ് എ ജോയ്ഫുൾ സ്പിരിറ്റ്, നോട്ട് ജസ്റ്റ് എ ബേർഡ്. ഷെല്ലി ഈ പോയറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബേർഡിനെ അഡ്രസ്സ് ചെയ്യുന്നു. അതായത് നിനക്ക് സ്തുതി, ഹെയിൽ ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം ആരംഭിക്കുന്നത്. ഇവിടെ ഈ പക്ഷിയെ ഒരു ജോയ്ഫുൾ സ്പിരിറ്റ് എന്നുള്ള രീതിയിലാണ് ഷെല്ലി വിശേഷിപ്പിക്കുന്നത്. മാർവലിംഗ് അറ്റ് ഇറ്റ്സ് അൺപ്ലാൻഡ് നാച്ചുറൽ സോങ്. ഈ പക്ഷി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അത് കൃത്രിമമായിട്ട് പാട്ട് പാടാൻ വേണ്ടി പാടുന്നതല്ല, അതിൻ്റെ മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്നൊരു പാട്ട് എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ദ സ്കൈലാർക്ക് അസെൻഡ്സ് ഹയർ ആൻഡ് ഹയർ ഇൻ ടു ദ സ്കൈ ലൈക്ക് എൻ ടു ഫെയറി ക്ലൗഡ്. ഈ പക്ഷി ഇങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഒരു മേഘം പോലെ, ഫയറി ക്ലൗഡ്, ഒരു തീ മേഘം പോലെ, ചുവന്ന മേഘം പോലെയാണ് ഈ പക്ഷിയെ കാണുന്നത് എന്ന് പറയുന്നു. ആസ് ഈവനിങ് ഡിസെൻസ് ദ സ്കൈലാർക്ക് കണ്ടിന്യൂസ് ടു സിംഗ്, ബിക്കമിങ് ഇൻവിസിബിൾ ബട്ട് സ്റ്റിൽ ഹേർഡ് ലൈക്ക് എ സ്റ്റാർ ഇൻ എ ഡേ ലൈറ്റ്. ഇനി സന്ധ്യ ആവുന്ന സമയത്ത് ഈ പക്ഷിയെ കാണാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ സന്ധ്യ ആവുന്ന സമയത്ത് നമുക്ക് ആ പക്ഷിയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇരുട്ടിൽ അതിനെ കാണാനില്ല നമുക്ക്. അതിനെ ഒരു ഡേ ലൈറ്റിലുള്ള സ്റ്റാർ പോലെയാണ് ഷെല്ലി ഊമിക്കുന്നത്. അതായത് പകൽ സമയത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. അതുപോലെ ഈ സ്കൈലാർക്കിന്റെ പാട്ട് നമുക്ക് അവിടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ കാണാൻ കഴിയുന്നില്ല എന്ന് ഷെല്ലി പറയുന്നു. Its song is compared to the intense light of the morning star, whose presence is felt even when it becomes faint. രാവിലെ ഉണ്ടാവുന്ന നക്ഷത്രത്തിന്റെ പ്രകാശം പോലെയാണ് ഈ പക്ഷിയുടെ പാട്ടിനെ വിശേഷിപ്പിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അതിന്റെ സാന്നിധ്യം അറിയുന്നുണ്ട്, പക്ഷെ നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഈ പോയത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത് ഷെല്ലി ഒരു സ്കൈലാർക്കിനെ അവതരിപ്പിക്കുകയാണ്. ഈ പക്ഷി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പാട്ടാണെങ്കിൽ വളരെ ആസ്വാദികരമാണെന്നാണ് ഷെല്ലി പറയുന്നത്. അതിങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും അതിനെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ അതിൻ്റെ പാട്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാർട്ട് 2. അടുത്തതായിട്ട് ഈ പക്ഷിയുടെ പാട്ടിനെ പല കാര്യങ്ങളോട് കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. The poet reflects on the skylark's pervasive and overwhelming song, which fills the earth and air like moonlight overflowing from a cloud. ഒരു മേഘത്തെ മറികടന്നുകൊണ്ട് വരുന്ന നിലാവ് പോലെ എന്നുള്ള രീതിയിലാണ് ഈ പക്ഷിയുടെ പാട്ട് ഇവിടെ എല്ലാം വ്യാപിക്കുന്നത് എന്ന് ഷെല്ലി പറയുന്നു. ഷെല്ലി admits he does not know what the skylark truly is, but compares its melody to bright raindrops from rainbow clouds. ഷെല്ലി പറയുന്നു ഈ പക്ഷി എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അതിൻ്റെ പാട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു നിലാവ് പോലെയെന്ന്, പിന്നെ പറയുന്നത് ഈ മഴവിൽ മേഘങ്ങളിൽ നിന്ന് വരുന്ന മഴത്തുള്ളികൾ പോലെയാണ് ഈ പക്ഷിയുടെ പാട്ട് ഇവിടെ എല്ലാം പരക്കുന്നതെന്നാണ്. ഹി ലൈക്കൻസ് സ്കൈലാർക്ക് ടു എ ഹിഡൻ പോയറ്റ് ഹൂസ് സ്പോണ്ടേനിയസ് ഹൈമൻസ് മൂവ് ദ വേൾഡ്. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ കാണാത്ത ഒരു കവി ഒരു കവിത എഴുതിയതിനു ശേഷം ആ കവിത നമ്മൾ വായിക്കുന്നത് പോലെ എന്നുള്ള രീതിയിലാണ് ഈ സ്കൈലാർക്കിന്റെ പാട്ടിനെ പിന്നെ വിശേഷിപ്പിക്കുന്നത്. എ ഹൈബോൺ മെയ്ഡൻ സൂത്തിങ് ഹെർ സോൾ വിത്ത് സീക്രട്ട് മ്യൂസിക്. വിരഹം അനുഭവിക്കുന്ന ഒരു യുവതി അവളുടെ ആശ്വാസത്തിന് വേണ്ടി പാട്ട് പാടുന്നത് പോലെ എന്ന് പറയുന്നു. എ ഗോൾഡൻ ഗ്ലോ വോം സ്പ്രെഡിങ് അൺസീൻ ലൈറ്റ്. ഗോൾഡൻ ഗ്ലോ വോം എന്ന് പറയുന്നത് മിന്നാമിനിങ്ങിനെ പോലുള്ളൊരു പ്രാണിയാണ്. അതിങ്ങനെ വെളിച്ചം പരത്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെയാണ് ഈ പക്ഷിയുടെ പാട്ടെന്ന് പറയുന്നു. ആൻഡ് എ റോസ് എമിറ്റിംഗ് ഓവർ പവറിങ് ഫ്രാഗ്രൻസ്. അതുപോലെ ഒരു റോസാപ്പൂവിൻ്റെ സുഗന്ധം പരക്കുന്നത് പോലെ എന്നുള്ള രീതിയിലുള്ള കമ്പാരിസൺസ് ആണ് ഷെല്ലി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് ഈ പക്ഷിയുടെ പാട്ടിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഷെല്ലി സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളോട് ഈ പക്ഷിയുടെ പാട്ടിനെ കമ്പയർ ചെയ്തുകൊണ്ട് അത് എത്രമാത്രം മനോഹരമാണെന്ന് പറഞ്ഞു വെക്കുന്നു. പാർട്ട് 3.
അടുത്തതായിട്ട് ഷെല്ലി പറയുന്നത് ഈ പക്ഷിയുടെ പാട്ട് മനുഷ്യർക്ക് അറിയുന്ന എല്ലാ സംഗീതങ്ങളെക്കാളും മുകളിലാണ് സ്ഥാനം എന്നുള്ള രീതിയിലാണ്. The skylark's music is said to surpass the joyous sound of spring showers and rain awakened flowers. നമുക്കറിയാം, പുതുമഴയുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ആസ്വാദികരമായിട്ട് കാണുന്ന ഒന്നാണ്. അതിനേക്കാളൊക്കെ ഉപരിയാണ് ഈ പക്ഷിയുടെ സംഗീതം എന്ന് ഷെല്ലി പറയുന്നു. The poet asks the skylark to share the thoughts behind its divine song, which exceeds any human praise of love or wine. ഇനി ഈ പക്ഷിയുടെ ഈ പാട്ടിന് പുറകിലുള്ള ചിന്തകൾ എന്താണ് എന്ന് ഷെല്ലി ചോദിക്കുന്നുണ്ട്. കാരണം മനുഷ്യരുടെ ഏത് പാട്ടിനേക്കാളും മികച്ച ഒരു പാട്ടാണ്. നമുക്കറിയാം, പൊതുവിൽ മനുഷ്യരുടെ നല്ല പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രണയഗാനങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് കണക്കാക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയാണ്, മുകളിലാണ് ഈ പക്ഷിയുടെ പാട്ടിന്റെ സ്ഥാനം എന്ന് ഷെല്ലി പറയുന്നു. Compared to the skylark's melody, even hymns and triumphal chants seem empty and lacking. ഇനി മനുഷ്യരുടെ നല്ല പാട്ടുകളായിട്ടുള്ള സ്തുതിഗീതങ്ങൾ, സങ്കീർത്തനങ്ങൾ, വിവാഹ ചടങ്ങിൽ പാടുന്ന ഒരു പാട്ടിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് ഹൈമൻ എന്നുള്ള രീതിയിൽ. അത്തരത്തിൽ മനുഷ്യരുടെ ഏത് പാട്ടുകളെക്കാളും മുകളിലാണ് ഈ പക്ഷിയുടെ പാട്ടിന്റെ സ്ഥാനമെന്ന് ഷെല്ലി പറയുന്നു. പാർട്ട് 4. ഷെല്ലി അദ്ദേഹത്തിന്റെ ചിന്ത തുടരുകയാണ്. എങ്ങനെയാണ് പക്ഷിക്ക് ഇത്ര നന്നായി പാടാൻ പറ്റുന്നത്, എവിടെ നിന്നാണ് ഈ പാട്ടിന്റെ ഇൻസ്പിറേഷൻ വരുന്നത് എന്നുള്ള രീതിയിൽ ഷെല്ലി ചിന്തിക്കുകയാണ്. ഷെല്ലി വണ്ടേഴ്സ് വാട്ട് ഇൻസ്പയർസ് സ്കൈലാർക്സ് ഹാപ്പി സോങ്. ആ ഒരു പാട്ടിന്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് ഷെല്ലി ചിന്തിക്കുന്നു. പോണ്ടറിങ് വെദർ ഇറ്റ് കംസ് ഫ്രം ഫീൽഡ്സ്, വേവ്സ്, മൗണ്ടൻസ്, സ്കൈസ് ഓർ ലവ്. നമുക്കറിയാം, സാധാരണഗതിക്ക് പാട്ടുകൾ ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്ന പ്രണയം, അതുപോലെ തന്നെ പ്രകൃതി, ഈ പ്രകൃതി സൗന്ദര്യം, അത്തരത്തിലുള്ള എന്ത് കാര്യത്തിൽ നിന്നാണ് ഈ പക്ഷിയുടെ പാട്ട് വരുന്നത് എന്ന് ഷെല്ലി ചിന്തിക്കുന്നു. The skylark's pure joy appears untouched by the weariness or annoyance that often accompanies human emotions, suggesting it experiences a deeper truth about life and death. ഈ ഷെല്ലി കണ്ടെത്തുന്ന ഉത്തരം മനുഷ്യർ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഈ പക്ഷി അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യർക്ക് എപ്പോഴും ടെൻഷനാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ, ആങ്സൈറ്റി നിറഞ്ഞ ആളുകളാണ് മനുഷ്യർ. അത്തരത്തിലുള്ള ചിന്തകൾ ഈ പക്ഷിക്ക് ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഇതിനിങ്ങനെ പ്യുവർ ജോയ് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ ഈ പക്ഷിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പക്ഷിക്ക് ഇത്ര സന്തോഷത്തോടെ പാടാൻ കഴിയുന്നതെന്ന് ഷെല്ലി കരുതുന്നു. പാർട്ട് 5. പിന്നെ ഷെല്ലി പക്ഷിയുടെയും മനുഷ്യന്റെയും അവസ്ഥയെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. Humans are depicted as burdened by concerns about the past and future, with even their sincerest laughter and the sweetest songs tinged with pain. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർ ഇങ്ങനെ എപ്പോഴും ആദി പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറയുന്നു. അതുകൂടാതെ മനുഷ്യരുടെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള സോങ്സ് പോലും സാഡസ്റ്റ് ആയിട്ടുള്ള തോട്ട്സിൽ നിന്നാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഷെല്ലി പറയുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വരിയാണത്. അതായത് നമുക്കറിയാം, നമ്മൾ നല്ല ആസ്വാദികരമായിട്ട് കാണുന്ന പല പാട്ടുകളും പലപ്പോഴും വിരഹഗാനങ്ങളും മറ്റുമായിരിക്കാം, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ തരുന്ന പാട്ടുകളായിരിക്കാം. അതിനകത്തൊക്കെ ദുഃഖത്തിന്റെ ഒരു അംശമുണ്ട്. ആ രീതിയിൽ മനുഷ്യരുടെ ഏറ്റവും നല്ല സന്തോഷങ്ങളിൽ പോലും ദുഃഖത്തിന്റെ ഒരു അംശം കാണാൻ കഴിയുമെന്ന് ഷെല്ലി പറയുന്നു. The poet muses that if humans could rid themselves of hate, pride, fear and sorrow, they might approach the skylark's level of joy. എന്നിട്ട് പോയിറ്റ് പറയുന്നത്, മനുഷ്യർ ഈ വെറുപ്പ്, അതുപോലെ അഹങ്കാരം, ഭയം, ദുഃഖം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ പക്ഷിയെ പോലെ സന്തോഷിച്ചിരിക്കാൻ കഴിയുമായിരുന്നു എന്ന രീതിയിലാണ്. പാർട്ട് 6. ഇനി പോയം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ പക്ഷിയെ പോലെ പാടാൻ തനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള പോയിറ്റിന്റെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ്. ഷെല്ലി കൺക്ലൂഡ്സ് ബൈ അഡ്മയറിംഗ് ദ സ്കൈലാർക്സ് സർപാസിംഗ് മ്യൂസിക് ആൻഡ് വിഷിംഗ് ടു ലേൺ ഫ്രം ഇറ്റ്. ഈ പക്ഷിയുടെ പാട്ടിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഇതിനെപ്പോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അത് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ്. He believes that gaining just half of the skylark's gladness would make his poetry as captivating and joyous, causing the world to listen as attentively as he does now. ഈ പക്ഷിയുടെ സന്തോഷത്തിന്റെ പകുതിയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് വളരെ മികച്ച കവിതകളൊക്കെ എഴുതാമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ പക്ഷിയുടെ പാട്ട് കേൾക്കുന്നത് പോലെ മറ്റുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ആഗ്രഹമാണ് ഈ പോയത്തിന്റെ അവസാനം ഷെല്ലി പ്രകടിപ്പിക്കുന്നത്. അപ്പൊ പൊതുവിൽ നമ്മൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഐഡിയൽ ആയിട്ടുള്ളൊരു സന്തോഷം, എല്ലാ ദുഃഖങ്ങളും അതുപോലെ തന്നെ ഈ ആങ്സൈറ്റികളും ആശങ്കകളും ഒന്നുമില്ലാത്ത ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയറ്റിനകത്ത് പോയറ്റ് പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫ്രേസ് കോറസ് ഹൈമിനിയൽ.
കോറസ് ഹൈമിനിയൽ എന്നുള്ള ഒരു ഫ്രേസ് ഈ പോയത്തിൽ വരുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. കോറസ് ഹൈമിനിയൽ റെഫേഴ്സ് ടു എ വെഡ്ഡിംഗ് സോങ് ഓർ ഹൈമൻ, സ്പെസിഫിക്കലി ഇൻവോക്കിംഗ് ദ ഗ്രീക്ക് ഗോഡ് ഓഫ് മാരേജ് ഹൈമൻ. വിവാഹത്തിന് പാടുന്ന ഒരു പാട്ടാണ് കോറസ് ഹൈമിനിയൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രീക്ക് കൾച്ചറിൽ വിവാഹത്തിന്റെ ദൈവമായിട്ടുള്ള ഹൈമനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ്. ദ പോയിറ്റ് സേസ് ദാറ്റ് ദ സ്കൈലാർക്ക് സോങ് ഈസ് സുപ്പീരിയർ ടു ഇറ്റ്. പോയിറ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യരുടെ ഈ നല്ല പാട്ടുകളെക്കാളൊക്കെ മികച്ചതാണ് ഈ പക്ഷിയുടെ പാട്ടെന്ന് കമ്പയർ ചെയ്യുന്ന സമയത്താണ്. കോട്ട് എനി ലൈൻ ഫ്രം ദ പോയം ദാറ്റ് എക്സ്പ്രസ് ദ പോയിറ്റ്സ് വണ്ടർ അറ്റ് ദ സ്കൈലാർക്ക്. ഇനി പോയിറ്റ് ഈ സ്കൈലാർക്കിനെ കുറിച്ച് വണ്ടർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വരിയാണ് ചോദിക്കുന്നത്. നമുക്ക് പോയതിന്റെ ഫസ്റ്റ് വരിയിൽ തന്നെ അത് കാണാവുന്നതാണ്. ഹെയിൽ ടു ദി ബ്ലൈൻഡ് സ്പിരിറ്റ്, ദ പോയിറ്റ് ഈസ് ഹെയിലിംഗ് ദ ബേർഡ് ഇൻ ഹിസ് വണ്ടർ. ഇവിടെ ഈ പക്ഷിയെ എന്താണ് ഒരു സ്പിരിറ്റ്, ജോയ്ഫുൾ സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഫസ്റ്റ് വരി തന്നെ തുടങ്ങുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ വണ്ടർ കാണാവുന്നതാണ്. സൈറ്റ് ടു സിമിലീസ് ഫ്രം ദ പോയം. സിമിലി നമുക്കറിയാം ആസ് ലൈക്ക് എന്ന് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുന്നതാണ്. ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ, അതുപോലെ ലൈക്ക് എ പോയിറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട് എന്ന് രണ്ടിലും ഈ ലൈക്ക് വെച്ചുകൊണ്ടുള്ള കമ്പാരിസൺ ആണ് വരുന്നത്. ഒന്ന് ക്ലൗഡിനോടും ഒന്ന് പോയിറ്റിനോടും. അപ്പോൾ അത് നമുക്ക് സിമിലിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഹൗ ഡസ് ദ പോയിറ്റ് അക്കൗണ്ട് ഫോർ ദി എക്സസി ഓഫ് ദ സ്കൈലാർക്ക്. ഇനി ഈ സ്കൈലാർക്കിന് ഇത്ര അധികം സന്തോഷം ഉണ്ടാവുന്നതിന്റെ കാരണമായിട്ട് എന്താണ് പോയിറ്റ് കരുതുന്നത്? The poet attributes the skylark's ecstasy to its freedom from human anxieties and its deeper understanding of life and death. മനുഷ്യർക്കുള്ള ആശങ്കകൾ ഈ പക്ഷിക്കില്ല എന്നുള്ളതും ജീവിതത്തെയും മരണത്തെയും കുറിച്ച്, പൊതുവിൽ ജീവിതത്തിന്റെ അർത്ഥത്തെ കുറിച്ചിട്ട് ഈ പക്ഷി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ പക്ഷിയുടെ സന്തോഷത്തിന്റെ കാരണമായിട്ട് പോയറ്റ് പറയുന്നത്. വാട്ട് പ്ലീ ഡസ് ദ പോയറ്റ് മേക്ക് ടു ദ സ്കൈലാർക്ക്. ഇനി ഈ പോയറ്റ് സ്കൈലാർക്കിനോട് എന്ത് അപേക്ഷയാണ് നടത്തുന്നത്? The poet pleads for the skylark to teach him the secret of its joyful song. ഈ പക്ഷിയുടെ ഈ പാട്ടിന്റെ രഹസ്യം എന്താണെന്നത് പഠിപ്പിച്ചു കൊടുക്കാനാണ് പോയിട്ട് പറയുന്നത്. So that he can share in his inspiration and create similarly beautiful poetry. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് ഇതുപോലെ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതാൻ കഴിയുമെന്ന് പോയിട്ട് വിചാരിക്കുന്നു. Our sweetest songs are those that tell of the saddest thoughts. നമ്മുടെ സ്വീറ്റസ്റ്റ് സോങ്സ് എല്ലാം സാഡസ്റ്റ് തോട്ട് ഷെയർ ചെയ്യുന്നവയാണെന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ലൈൻ മീൻസ് ദാറ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ സോങ് ഓഫ്റ്റൻ അറൈസ് ഫ്രം സാഡ്നെസ് സച്ച് ആസ് നൊസ്റ്റാൾജിയ ഓർ ലോസ്റ്റ് ലവ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, മനുഷ്യരുടെ നല്ല പാട്ടുകൾ പലപ്പോഴും ദുഃഖകരമായ ചിന്തകളിൽ നിന്നാണ് വരുന്നത്. അത് വിരഹമായിരിക്കാം, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ ആയിരിക്കാം. അതിലെല്ലാം ദുഃഖത്തിന്റെ ഒരു അംശമുള്ളതായിട്ട് നമുക്ക് കാണാം. ഇറ്റ് എംഫസൈസസ് ദാറ്റ് ഹ്യൂമൻ ജോയ്സ് ആർ ഇനെവിറ്റബിലി ടിൻഡഡ് വിത്ത് സാഡ്നെസ്. അപ്പോൾ മനുഷ്യരുടെ സന്തോഷത്തിൽ പോലും ദുഃഖത്തിന്റെ ഒരു അംശമുണ്ട് എന്നുള്ള രീതിയിലാണ് ഷെല്ലി ഈ കാര്യം പറയുന്നത്. എക്സ്പ്ലെയിൻ ദി അല്യൂഷൻ ഇൻ ഹാർമോണിയസ് മാഡ്നസ്. ഇനി ഹാർമോണിയസ് മാഡ്നസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. The phrase harmonious madness alludes to the romantic notion of poetic inspiration as a form of divine or ecstatic state. അതായത് ഈ കവികൾക്ക് പ്രചോദനം ഉണ്ടാകുന്ന സമയത്ത് ഒരല്പം ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ പോയിറ്റ്സ് ക്രിയേറ്റിവിറ്റി ഫ്ലോസ് ഫ്രീലി ആൻഡ് ബ്യൂട്ടിഫുള്ളി. അത് ആ സമയത്ത് ഈ പോയിറ്റ്സിന്റെ ഈ ക്രിയേറ്റിവിറ്റി വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകുവരും എന്നാണ് പറയുന്നത്. അതിന് ഭ്രാന്തമാണെന്ന് പറയുമ്പോഴും അത് എന്താണ്, പൂർണ്ണമായിട്ടൊരു ഭ്രാന്തായിട്ടുള്ള അവസ്ഥയല്ല. അതുകൊണ്ടാണ് അതിനെ ഹാർമോണിയസ് മാഡ്നസ് എന്ന് പറയുന്നത്. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് സിസൂറ ഫ്രം ദ പോയം. സിസൂറ എന്ന് പറയുന്നത് ഒരു പോയത്തിന്റെ ഒരു വരിക്കകത്ത് പോസ് ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 2 എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ജോയസ് ആൻഡ് ക്ലിയർ ആൻഡ് ഫ്രഷ് ദൈ മ്യൂസിക് ദറ്റ് സർപാസ്. ഇതിനകത്ത് നമുക്ക് കുറെ കോമകൾ കാണാം. അപ്പോൾ ഒരു പോയത്തിന്റെ ഒരു വരിയിൽ തന്നെ ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ദ വേൾഡ് ഷുഡ് ലിസൺ ദെം ആസ് ഐ ആം ലിസണിങ് നൗ. അവിടെയും നമുക്ക് കാണാം ഒരു പോയത്തിലെ വരി ഇതുപോലെ കോമ ഇട്ടുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സെസൂറ എന്ന് പറയുന്നത് ഒരു പോയത്തിന്റെ വരിക്കിടയ്ക്ക് പോസ് വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഈ കോമ ഉള്ള വരികൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ദ പോയം? പോയതിന്റെ റൈം സ്കീമാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ABABB എന്നുള്ള റൈം സ്കീമാണ് ഈ പോയത്തിന് വരുന്നത്. ഐഡന്റിഫൈ ദ വേർഡ്സ് ഇൻ ദ പോയം ദാറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെന്റ് ഓഫ് ദ ബേർഡ്. ഈ പക്ഷിയുടെ മൂവ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രിഞ്ചസ്റ്റ്, വിഞ്ചസ്റ്റ്, അതുപോലെ സോറ്, ഫ്ലോട്ടിംഗ്, റണ്ണ്, ഫ്ലൈറ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ഈ പക്ഷിയുടെ മൂവ്മെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇല്ലുസ്ട്രേറ്റ് ദ അനാലജീസ് ദാറ്റ് ഷെല്ലി ബ്രിങ്സ് ഇൻ ടു ഡിസ്ക്രൈബ് ദ സ്കൈലാർക്ക്. ഹൗ ഡു ദേ ആഡ് മീനിങ് ടു ദ പോയം?
ഇനി ഷെല്ലി ഈ ബേർഡിനെ എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പോയതിന് മീനിങ് കൊടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഷെല്ലി കമ്പയർസ് സ്കൈലാർക് ടു എ ക്ലൗഡ് ഓഫ് ഫയർ എംഫസൈസിങ് ഇറ്റ്സ് ബ്രില്യൻസ് ആൻഡ് റേഡിയൻസ് സോങ്. തുടക്കത്തിൽ തന്നെ ഈ ബേർഡ് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് ഒരു ക്ലൗഡ് ഓഫ് ഫയർ എന്നുള്ള രീതിയിലാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദിസ് അനാലജി സജസ്റ്റ് ദ ബേർഡ്സ് സോറിംഗ് ബ്യൂട്ടി ആൻഡ് ഇൻറ്റൻസ് പ്രസൻസ് ഇൻ നേച്ചർ. അത് ആ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ അതിൻ്റെ പ്രസൻസ്, നമ്മൾ പറഞ്ഞതിനെ കാണാനില്ലെങ്കിലും അതിൻ്റെ പ്രസൻസ് അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ളൊരു കാര്യം പറയുന്നത്. The comparison of the skylark to a poet hidden in the light of thought suggests its spontaneous and inspired song akin to a poet's creative process. പിന്നെ ഒരു പോയറ്റ് കവിത എഴുതുന്നത് പോലെ എന്നുള്ള രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയറ്റിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ആ കവിത വായിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. അതുപോലെയാണ് ഈ പക്ഷിയുടെ പാട്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നു, പക്ഷെ നമ്മൾ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദിസ് ഹൈലൈറ്റ്സ് ദ നാച്ചുറൽ അൺഫോഴ്സ്ഡ് ബ്യൂട്ടി ഓഫ് ദ ബേർഡ്സ് മ്യൂസിക്. അവിടെ ഈ ഒരു കമ്പാരിസന് പുറമെ ആ പക്ഷിയുടെ പാട്ടെന്ന് പറയുന്നത് ഇതുപോലെ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണെന്നുള്ള തരത്തിൽ കൂടി അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഒരു വിരഹം അനുഭവിക്കുന്ന യുവതിയുടെ പാട്ടിനോട് അതുപോലെ റോസാപ്പൂവിൻ്റെ സുഗന്ധത്തോടൊക്കെ ഈ പക്ഷിയുടെ പാട്ടിനെ ഷെല്ലി ഉപമിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു അനാലജീസ് പോയതിന് മീനിങ് നൽകുന്നതാണ് പറയുന്നത്. This analogy elevates the skylark from a simple bird to a symbol of artistic and natural beauty. ഇവിടെ ഈ ഒരു കേവലം ഒരു പക്ഷി എന്നുള്ള തരത്തിൽ നിന്ന് ഈ ഒരു ബേർഡിനെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയുടെ സിമ്പലായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. They underscore its transcendental qualities, suggesting that its song transcends earthly limitations and taps into a higher realm of inspiration and joy. ഇനി ഈ ട്രാൻസിഡൻ്റൽ ക്വാളിറ്റീസ്, അതായത് പരിമിതികൾ മറികടക്കുന്ന ക്വാളിറ്റീസ് കാണിക്കുകയാണ്. ഭൂമിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പരിമിതികൾ നമ്മൾ പറഞ്ഞിരുന്നു. മനുഷ്യരുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യരുടെ ആങ്സൈറ്റിയുടെ ഒരു പരിമിതിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു ജോയ് ആയിട്ടാണ് ഈ പക്ഷി ഇവിടെ അവതരിപ്പിക്കുന്നത്. By using these analogies, Shelley enriches the poem with deeper layers of meaning, inviting readers to contemplate the relationship between nature, creativity and human existence. അപ്പോൾ ഒരു വലിയ അർത്ഥതലത്തിലേക്ക് ഈ പോയത്തിനെ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി, അതുപോലെ തന്നെ ഈ ഒരു ജോയ്, നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്തുള്ള മനുഷ്യരുടെ ആശങ്കകൾക്കും മറ്റും അപ്പുറത്തുള്ള ഒരു സന്തോഷം കണ്ടെത്തുക, അതിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ക്രിയേറ്റിവിറ്റി തുടങ്ങിയിട്ടുള്ള അർത്ഥത്തിലേക്ക് ഈ പോയത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അനാലജീസിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് ട്രാൻസിഡൻ്റൽ എലിമെന്റ്സ് ഇൻ ദ പോയമാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസിഡൻ്റൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള പരിമിതികൾക്ക് അപ്പുറത്തുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെയാണ് ട്രാൻസിഡൻ്റൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എലിമെന്റ്സ് എന്താണ് ഈ പോയത്തിനകത്ത് വരുന്നതാണ് ചോദിക്കുന്നത്. കണക്ഷൻ വിത്ത് നേച്ചർ. The skylark symbolizes a connection with nature that transcends the human experience. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നേച്ചറിനെ മനസ്സിലാക്കുന്ന ഒന്നായിട്ടാണ് ഇവിടെ സ്കൈലാർക്കിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിസമായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. ഇറ്റ്സ് സോങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കമ്മിങ് ഫ്രം ഹെവൻ ഓർ നിയർ ഇറ്റ്, സജസ്റ്റിംഗ് എ ഡിവൈൻ ഓർ സ്പിരിച്വൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഇനി അതിൻ്റെ പാട്ട് വരുന്നത് സ്വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അടുത്ത് നിന്നോ എന്നുള്ള രീതിയിലാണ്. അവിടെയും നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്നത് കാണാം. ഫ്രീഡം ആൻഡ് എക്സ്റ്റസി. ദ സ്കൈലാർക്സ് എക്സ്റ്ററ്റിക് സോങ് റെപ്രസെൻറ്റ്സ് ഫ്രീഡം ഫ്രം എർത്ത്ലി കൺസ്ട്രെയിൻസ് ആൻഡ് ഹ്യൂമൻ ആങ്സൈറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷിക്ക് ഇത്ര സന്തോഷം അനുഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ ആശങ്കകൾ അത് അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണെന്ന്. ഇറ്റ് എംബഡീസ് എ ട്രാൻസിഡൻ്റൽ സ്റ്റേറ്റ് വെർ ജോയ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഫ്ലോ എഫേർട്ട്ലെസ്ലി. അപ്പോൾ അവിടെയും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളോ ചിന്തകളോ ആശങ്കകളോ ഒന്നും ഇല്ലാതെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വലിയ ജോയ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അവിടെ അത് അവതരിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് സ്പിരിച്വൽ അലിഗോറിയാണ്. അതായത് സ്പിരിച്വാലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ട് ബേർഡിനെ ഉപയോഗിക്കുകയാണ്. ഷെല്ലി യൂസസ് എ സ്കൈലാർക് ടു എക്സ്പ്ലോർ തീംസ് ഓഫ് ട്രാൻസിഡൻസ് ആൻഡ് സ്പിരിച്വൽ എലിവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ട് ഈ ബേർഡിനെ അവിടെ ഉപയോഗിക്കുന്നു. The bird's song becomes a metaphor for the poet's aspiration to reach beyond mundane existence and to connect with the higher truths and beauty. ഈ ഭൂമിയിലെ ഈ ഭൗതികമായിട്ടുള്ള ഈ ചിന്തകളിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ഒരു ഹയർ ട്രൂത്തിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താനുള്ള പോയറ്റിന്റെ ഒരു ആഗ്രഹത്തിന്റെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ബേർഡിനെ കാണുന്നത്. അത്തരത്തിൽ ഈ പോയത്തിനകത്ത് ട്രാൻസിഡൻ്റൽ എലിമെന്റ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാം.
How does the poet contrast the blissful existence of the skylark with the painful human condition? ഇനി ഈ പക്ഷിയുടെ ജോയ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനും മനുഷ്യരുടെ പെയിൻഫുൾ അവസ്ഥയും എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലിസ്ഫുൾ എക്സിസ്റ്റൻസ് ഓഫ് ദ സ്കൈലാർക്ക്. ദ സ്കൈലാർക്ക് ഈസ് പോർട്രേഡ് ആസ് ലിവിംഗ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പെർപെച്വൽ ജോയ് ആൻഡ് ഫ്രീഡം. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലുമാണ് ഈ പക്ഷി ജീവിക്കുന്നത് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് സിങ്സ് പ്രൊഫ്യൂസ് സ്ട്രെയിൻസ് ഓഫ് അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്. അതിൻ്റെ പാട്ടെന്ന് പറയുന്നത് അത് ഉണ്ടാക്കി പാടുന്നതല്ല, അതിൻ്റെ സന്തോഷത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന രീതിയിലാണ് പറയുന്നത്. സജസ്റ്റിംഗ് എ സ്പോണ്ടേനിയസ് ആൻഡ് അൺറിസ്റ്റൈൻഡ് എക്സ്പ്രഷൻ ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ആ രീതിയിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്, അതിൻ്റെ സന്തോഷത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്നുള്ള രീതിയിലാണ് ആ പക്ഷിയുടെ പാട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. മനുഷ്യരുടെ ആങ്സൈറ്റി ഒന്നും ഇല്ലാത്തതും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിനങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന രീതിയിൽ നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കും. ഇനി മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെയിൻഫുൾ ഹ്യൂമൻ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ഹ്യൂമൻസ് ആർ ബേർഡൻഡ് വിത്ത് ആങ്സൈറ്റീസ്. മനുഷ്യർക്ക് മുഴുവൻ ആശങ്കകളാണ്. സോറോസ് ആൻഡ് ലിമിറ്റേഷൻസ്, ദുഃഖങ്ങളും പരിമിതികളുമാണ് മനുഷ്യർക്കുള്ളത്. The poet contrasts the skylark's carefree existence with the complexities and struggles of human life, where joy is often fleeting and overshadowed by sadness and longing. അപ്പോൾ മനുഷ്യരുടെ ആശങ്കകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അതുകൂടാതെ മനുഷ്യരുടെ സന്തോഷം എന്ന് പറയുന്നത് കൂടി ഫ്ലീറ്റിംഗ് ആണ്, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. അതുകൂടാതെ പറഞ്ഞിരുന്നു മനുഷ്യരുടെ സന്തോഷങ്ങളിൽ പോലും ദുഃഖത്തിൻ്റെ ഒരു അംശമുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ സ്വീറ്റസ്റ്റ് സോങ്സ് എല്ലാം സാഡസ്റ്റ് തോട്ട്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ് രീതിയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ മനുഷ്യർ എപ്പോഴും ആങ്സൈറ്റി ഉള്ളവരും മനുഷ്യരുടെ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ഓൾ ടു സ്കൈലാർക്ക് ആസ് എ റൊമാൻറ്റിക് പോയം. ഈ പോയതിന് റൊമാൻറ്റിക് പോയം എന്ന രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നേച്ചർ ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഷെല്ലി പോർട്രേറ്റ്സ് എ സ്കൈലാർക്ക് ആസ് എ സിംബൽ ഓഫ് ദ നാച്ചുറൽ വേൾഡ്സ് ബ്യൂട്ടി ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ഇൻസ്പയർ പ്രൊഫൗണ്ട് ഇമോഷൻസ് ഇൻ ഹ്യൂമൻസ്. ഈ പക്ഷിയെ നാച്ചുറൽ ബ്യൂട്ടിയുടെ ഒരു സിംബലായിട്ടും ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻസ്പിറേഷനുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. This aligns with romanticism's emphasis on nature as a source of spiritual and artistic inspiration. റൊമാൻറ്റിക് പോയിട്രിയിൽ നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നതാണ് ഈ പ്രകൃതിയിൽ നിന്നും പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നും ഇൻസ്പിറേഷൻ കൊള്ളുക എന്നുള്ളത്. അത്തരത്തിലൊരു ബേർഡിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊള്ളുന്നത് ഈ ഒരു റൊമാൻറ്റിക് പോയിട്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്. The poem explores intense emotions such as joy and wonder evoked by the skylark's song, highlighting the romantic belief in the power of individual emotion and imagination in poetry. ഇനി ഈ പോയത്തിനകത്ത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. ഈ ഒരു ബേർഡിൻ്റെ ജോയിനെ കുറിച്ചിട്ടും അതുപോലെ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും അതുപോലെ മനുഷ്യർക്ക് ഈ ഒരു ബേർഡിനെ പോലെ ജോയ്ഫുൾ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇമോഷൻ അതുപോലെ തന്നെ ഇമാജിനേഷൻ തുടങ്ങിയവ റൊമാൻറ്റിക് പോയട്രിയിലെ പ്രധാന തീമുകളാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ പോയത്തിനകത്തുള്ളതായിട്ട് കാണാം. പിന്നെ വരുന്നത് ഐഡിയലൈസേഷൻ ഓഫ് സ്കൈലാർക്കാണ്. By idealizing the skylark song as superior to human-made music, Shelley critiques societal norms and celebrates its purity and spontaneity of nature. ഐഡിയലൈസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നെന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. മനുഷ്യരുടെ പാട്ടുകളെക്കാളും ഒക്കെ മികച്ചതായിട്ടാണ് ഈ സ്കൈലാർക്കിൻ്റെ പാട്ടിനെ അവിടെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ ഈ സൊസൈറ്റൽ നോംസ്, മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഇങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൽ നിന്നെല്ലാം മോചിതമായിട്ടൊരു അവസ്ഥയായിട്ടാണ് ഈ സ്കൈലാർക്കിൻ്റെ പാട്ടിനെ കാണിക്കുന്നത്. ആ രീതിയിൽ ഈ ഒരു നാച്ചുറൽ വേൾഡിൻ്റെ പ്യൂരിറ്റിയെ കുറിച്ചിട്ട് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നുണ്ട്. Spiritual and transcendental themes. The Skylark's song is depicted as transcendent and mystical, symbolizing the poet's quest for spiritual elevation and connection with the divine. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പിരിച്വൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള വിഷമങ്ങൾ ആശങ്കകളൊക്കെ മറികടന്നുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പോയിട്ട് പറയുന്നത്. അത്തരത്തിലുള്ളൊരു തീമും നമുക്ക് റൊമാൻറ്റിക് പോയട്രിയുടെ ഭാഗമായിട്ട് കാണാവുന്നതാണ്. അത്തരത്തിൽ ഈ പോയിന്റുകളും അതുപോലെ ഈ പോയത്തിൻ്റെ ഒരു സമ്മറിയൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഇത് റൊമാൻറ്റിക് പോയമാണ് എന്നുള്ള എസ്സേ നമുക്ക് എഴുതാവുന്നതാണ്. ഹൗ ഡസ് സ്കൈലാർക്ക് ബിക്കം എ മെറ്റഫർ ഫോർ പോയറ്റിക് ഇൻസ്പിറേഷൻ? ഇനി ഈ സ്കൈലാർക്ക് ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ്റെ മെറ്റഫറായിട്ട് എങ്ങനെ വരുന്നതെന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഫ്രീഡം. ദ സ്കൈലാർക്സ് ഫ്രീ ആൻഡ് സ്പോണ്ടേനിയസ് സോങ് സിംബലൈസസ് എ റൊമാൻറ്റിക് പോയറ്റ്സ് ഐഡിയൽ ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി, അൺറിസ്ട്രെയിൻഡ്, ഇമാജിനേറ്റീവ് ആൻഡ് ഇൻസ്പയർഡ് ബൈ നേച്ചർ. ഈ
സ്കൈലാർക്കിന്റെ സോങ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് സ്പോണ്ടേനിയസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ പാട്ട് പാടണം എന്നുള്ള ഉദ്ദേശത്തിൽ അതിങ്ങനെ പാടുന്നതല്ല, മറിച്ച് അതിന് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്ന പാട്ട് എന്നുള്ള രീതിയിലാണ്, സ്പോണ്ടേനിയസ് ആണെന്നാണ് പറയുന്നത്. അത് റൊമാൻറ്റിക് പോയട്രിയുടെ ഐഡിയൽസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് പോയട്രി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കും. ആ രീതിയിൽ ഇങ്ങനെ ഒരു നേച്ചുറൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സോങ്ങിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എലവേഷൻ ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. ഷെല്ലി യൂസസ് സ്കൈലാർക്ക് ടു എക്സ്പ്ലോർ തീംസ് ഓഫ് സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ എലിവേഷൻ, suggesting that the bird's song lifts the human spirit beyond earthly concern to contemplate higher truths. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിലെ സ്പിരിച്വൽ ആയിട്ടുള്ള എലിമെന്റ്സിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള ആശങ്കകൾ ചിന്തകൾ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു ഹയർ ട്രൂത്ത് മനസ്സിലാക്കിയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ജോയ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഈ പക്ഷിയുടെ സോങ്ങിനെ കാണുന്നത്. അപ്പോൾ പോയറ്റിക് ഇൻസ്പിറേഷനിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെയാണ്. ഒരു ഡിവൈൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ പോയറ്റിക് ഇൻസ്പിറേഷനെ കാണുന്നത്. ആ ഒരു തരത്തിൽ കൂടി ഈ ഒരു ബേർഡിൻ്റെ സോങ് നമുക്ക് പോയറ്റിക് ഇൻസ്പിറേഷൻ്റെ സിമ്പിളായിട്ട് കാണാവുന്നതാണ്. പിന്നെ വരുന്നത് കമ്പാരിസൺ വിത്ത് ഹ്യൂമൻ ആർട്ടാണ്. ബൈ കോൺട്രാസ്റ്റിംഗ് ദ സ്കൈലാർക്ക് സോങ് വിത്ത് ഹ്യൂമൻ ക്രിയേഷൻസ് ലൈക്ക് വെഡ്ഡിംഗ് ഹൈമൻസ്, ഷെല്ലി ക്രിറ്റിക്സ് ദ ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് കൺവെൻഷണൽ ആർട്ട് ഫോംസ് ആൻഡ് എക്സ്റ്റോൾസ് ദ ഒതന്റിസിറ്റി ആൻഡ് ബ്യൂട്ടി ഓഫ് നാച്ചുറൽ എക്സ്പ്രഷൻ. മനുഷ്യരുടെ ആർട്ട് അതുപോലെ സോങ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണെന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്കൈലാർക്കിൻ്റെ സോങ് സുപ്പീരിയർ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യഥാർത്ഥത്തിലുള്ള ആർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം. അത്തരത്തിൽ കൂടി ഈ ഒരു സ്കൈലാർക്ക് പോയറ്റിക് ഇൻസ്പിറേഷൻ്റെ മെറ്റഫറായിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയം ഈസ് എ സെർച്ച് ഫോർ ദി ഐഡിയൽ, ദി എലൂസീവ് ആൻഡ് ദ ട്രാൻസിഡൻറ്റ് എലൂസിഡേറ്റ്. ഈ പോയം എന്ന് പറയുന്നത് ഐഡിയൽ, നമ്മൾ പറഞ്ഞു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അതുപോലെ എലൂസീവ് നമുക്ക് പിടികിട്ടാത്തത്, ട്രാൻസിഡന്റ് നമ്മൾ പറഞ്ഞു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ പോയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഐഡിയൽ. ഷെല്ലിസ് പോർട്രയൽ ഓഫ് ദ സ്കൈലാർക്ക് റെപ്രസെന്റ്സ് ആൻ ഐഡിയൽ ഫോം ഓഫ് എക്സിസ്റ്റൻസ് ഫ്രീ ഫ്രം ഹ്യൂമൻ കോംപ്ലക്സിറ്റീസ് ആൻഡ് എംബഡിങ് പ്യൂർ ജോയ് ആൻഡ് ബ്യൂട്ടി. ഈ സ്കൈലാർക്കിനെ ഇവിടെ ഒരു ഐഡിയൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യരുടെ ദുഃഖങ്ങളോ സങ്കീർണതകളോ ഒന്നുമില്ലാത്ത സന്തോഷകരമായിട്ടുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന രീതിയിലാണ് സ്കൈലാർക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിസ് ഐഡിയൽ ചലഞ്ചസ് സൊസൈറ്റൽ നോംസ് ആൻഡ് ഇൻവൈറ്റ്സ് റീഡേഴ്സ് ടു കണ്ടംപ്ലേറ്റ് എ മോർ ഒതന്റിക് വേ ഓഫ് ബീയിങ്. ചെറിയ രീതിയിലുള്ള ഒരു സാമൂഹിക വിമർശനം കൂടിയാണ് ഇവിടെ. അതായത് ഈ ആശങ്കകൾ, അഹങ്കാരങ്ങൾ, അസൂയകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ സന്തോഷമുണ്ടാകും. അതൊരു ഐഡിയൽ ആയിട്ട് ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എലൂസീവ് നേച്ചർ ഓഫ് ബ്യൂട്ടി. ത്രൂ ഔട്ട് ദ പോയം ഷെല്ലി എംഫസൈസസ് സ്കൈലാർക്സ് എലൂസീവ്നെസ് ആൻഡ് മിസ്റ്ററി. ഈ പോയത്തിലുടനീളം ഈ ഒരു സ്കൈലാർക്കിന്റെ എലൂസീവ് നേച്ചർ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിങ്ങനെ ഉയർന്നു പറക്കുന്ന സമയത്ത് അതിനെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ അതിന്റെ പാട്ട് കേൾക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും പിടികിട്ടാത്ത ഒന്നായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സജസ്റ്റിംഗ് ദാറ്റ് ട്രൂ ബ്യൂട്ടി ആൻഡ് ഇൻസ്പിറേഷൻ കനോട്ട് ബി ഫുള്ളി ഗ്രാസ്പ്ഡ് ഓർ കണ്ടെയ്ൻഡ് ബൈ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ട്രൂ ബ്യൂട്ടിയും ഇൻസ്പിറേഷനും പൂർണ്ണമായിട്ടും മനുഷ്യർക്ക് ഇതുപോലെ പിടികിട്ടുന്നതല്ല എന്നുള്ള രീതിയിലുള്ള കാര്യം കൂടി ഈ പോയത്തിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രാൻസ്ഡെൻഡൽ തീംസ് ആണ്. ദ സ്കൈലാർക്ക് സോങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എറ്റീരിയൽ ആൻഡ് ഹെവൻലി, റിഫ്ലക്റ്റിംഗ് റൊമാൻറ്റിസിസംസ് ഫാസിനേഷൻ വിത്ത് ദ സബ്ലൈം ആൻഡ് ദ സ്പിരിച്വൽ. നമ്മൾ പറഞ്ഞ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ പക്ഷിയുടെ സോങ്ങിനെ കാണുന്നത്. അത് ഈ ഭൂമിയിലുള്ളതിനേക്കാളൊക്കെ ഉപരിയാണ്, മുകളിലാണെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റൊമാൻറ്റിക് പോയട്രിക്കകത്ത് ഈ രീതിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനോടുള്ള താല്പര്യമുണ്ട്. അത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഷെല്ലി ഇൻവൈറ്റ്സ് റീഡേഴ്സ് ടു ട്രാൻസെൻഡ് മുണ്ടൈൻ റിയാലിറ്റി ആൻഡ് കണ്ടംപ്ലേറ്റ് മെറ്റാഫിസിക്കൽ ട്രൂത്ത്സ് ത്രൂ ദ സ്കൈലാർക്സ് എസ്തെറ്റിക് സോങ്. ഇതുകൂടാതെ ഷെല്ലി ഈ വായനക്കാരെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു മനുഷ്യരുടെ ആങ്സൈറ്റീസിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ പക്ഷിയുടെ ഒരു സന്തോഷത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് അത് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ജീവിതത്തെയും മരണത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം, ഇതുപോലെ ആങ്സൈറ്റീസ് ഇല്ല എന്നുള്ള കാര്യമാണ്. ആ തരത്തിലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് അന്വേഷണമായിട്ട് ഈ പോയം നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.